ലിസ്റ്റിലുള്ള ഏകദേശം 70% ആൾക്കാർക്കും ഇനിയൊരു പരീക്ഷ, ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ പോലുള്ള പരീക്ഷ ഇനി എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. കേരള പോലീസിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല എന്നുള്ള പരാതി അല്ലെങ്കിൽ ആ ഒരു ആക്ഷേപം കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് കേരള പോലീസ് നേരിടുന്നുണ്ട്. എന്നിട്ടും ആ നിയമനങ്ങൾ പരിഹരിക്കുന്നതിനോ അതിലേക്ക് പുതിയ നിയമനം നടത്തുന്നതിനോ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പരാതിയാണ് വ്യാപകമായിട്ട് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ PSC വിജ്ഞാപനം ഇറക്കിയപ്പോൾ ഏതാണ്ട് 13,000-ലധികം ആളുകൾ ഈ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയതാണ്. പക്ഷേ നിയമനം നടത്തിയത് വളരെ ചുരുക്കം, ഏതാണ്ട് 300-ൽ താഴെ മാത്രം നിയമനമാണ് നടത്തിയത്. ഇപ്പോഴുള്ള അല്ലെങ്കിൽ വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമാണ് ആ 13,000-ൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് സംസ്ഥാന സർക്കാർ PSC വഴി നടത്തിയത്. ഇനിയിപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3-4 മാസം കൊണ്ട് തീരുകയാണ്. കുറേയധികം 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ജില്ലയിലും പോയി ഈ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഇങ്ങനെ അവർക്ക് നിവേദനം അല്ലെങ്കിൽ അപേക്ഷയൊക്കെ സമർപ്പിക്കുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്ന ഇത്രയും അധികം ഉദ്യോഗാർത്ഥികളാണ് നിയമനം കാത്തിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും നിങ്ങൾ നേരിടുന്ന ആ ഒരു പ്രതിസന്ധി എന്താണ്? നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുമ്പോൾ 2019 PSC ഒരു വിജ്ഞാപനം ഇറക്കുന്നത് പോലീസ് കോൺസ്റ്റബിളിലേക്ക് വേണ്ടിയിട്ട്. എന്നാൽ അതിൻ്റെ പരീക്ഷ കൊറോണ കാരണവും പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന 2 ഘട്ട പരീക്ഷ കാരണവും അത് വളരെ നീണ്ടുപോയി. റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 2023 ഏപ്രിൽ 13 ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതിന് മുമ്പ് ഈ 2 ഘട്ട പരീക്ഷ നടത്തിയതും ഇത്രയും കാലതാമസം എടുത്ത് വരുന്ന ലിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ജോലി കിട്ടും എന്ന ഉറച്ച വിശ്വാസമുള്ള ആൾക്കാരാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു 5 വർഷം കൊണ്ട് ഏജ് ഓവറായി പോയ ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും. ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ 26 വയസ്സ് വരെ മാത്രമാണ് നമ്മുടെ ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ എഴുതാൻ കഴിയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ലിസ്റ്റിലുള്ള ഏകദേശം 70% ആൾക്കാർക്കും ഇനിയൊരു പരീക്ഷ, ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ പോലുള്ള പരീക്ഷ ഇനി എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പോലീസ് സേനയിൽ ആൾക്ഷാമം കുറവുണ്ട്. ഇന്നും നമ്മുടെ തൃശ്ശൂർ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു വലിയൊരു സംഭവമാണ്. ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഇന്നും ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഒരു 4 വർഷം കൊണ്ട് ഏകദേശം 78ഓളം ആത്മഹത്യകളാണ് ഈ ഒരു വർക്ക് പ്രഷർ കാരണം മാത്രം പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 6-7ഓളം ഫയൽ നമുക്ക് പാസ്സാവാനായിട്ടുണ്ട്. ഇത് പൊതുസമൂഹത്തിന് ആവശ്യമുള്ള ഫയലുകളാണ് പാസ്സാവാനായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ എന്ന് പറയുന്നത് DGP ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഓരോ പോലീസ് സേനകളിലും എത്രയാണ് അവിടെ സ്ട്രെങ്ത് എന്നും ഇനി എത്ര കൂടെ വന്നാൽ അവിടെ ആ ഒരു ജോലി കൃത്യമായിട്ട് നടക്കും എന്ന് DGP ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തരവും നമുക്ക് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും അത് വരുന്നത്. ഇതിനകത്തിപ്പോൾ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇപ്പോൾ 4 മാസം തീർന്നു പോയാൽ ഇനി എന്തെന്നുള്ള ചോദ്യമുണ്ട്. ആ സമയത്തിനിടയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു നവകേരളം പരിപാടി അവസാനിക്കുന്നതോടുകൂടി തന്നെ അനുകൂലമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അനുകൂലമായിട്ടുള്ള തീരുമാനം ബഹുമാനപ്പെട്ട സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ശേഷിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഏത് സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം അത്രയും ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഈ ലിസ്റ്റിലെ ബഹുഭൂരിപക്ഷ ഉദ്യോഗാർത്ഥികളും കടന്നു പോകുന്നത്. സംസ്ഥാനത്ത് ഏകദേശം എത്ര ഉദ്യോഗാർത്ഥികളുണ്ടെന്നുള്ള കണക്കെടുത്തിട്ടുണ്ടോ നിങ്ങൾ? തീർച്ചയായിട്ടും 7 ബറ്റാലിയനിൽ വേണ്ടി 7 റാങ്ക് ലിസ്റ്റാണ് കേരള PSC ഏപ്രിൽ 13 പ്രസിദ്ധീകരിച്ചത്. അതിലാകമാനം 13,975 ഏകദേശം 14,000-ഓളം ഉദ്യോഗാർത്ഥികളാണ് ലിസ്റ്റിലുള്ളത്. അതിൽ നിലവിൽ ഏകദേശം 4,000 താഴെയാണ് പേർക്ക് മാത്രമാണ് നിയമനം നടന്നത്. അതായത് ചുരുക്കത്തിൽ ഏകദേശം 10,000-ഓളം പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ, ഈ 7 റാങ്ക് ലിസ്റ്റിൽ നിന്നിട്ട് നിയമനത്തിനായിട്ട് കാത്തിരിക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്ന നവകേരള സദസ്സിൽ നിങ്ങൾ പോയി ഇങ്ങനെ നിവേദനം കൊടുക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോയി എല്ലാ വേദികളിലും കൊണ്ട് നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചത്? സർക്കാരിൽ നിന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിവേദനം കൊടുക്കാൻ നിൽക്കുന്നത്. നവകേരള സദസ്സിൽ കൊടുക്കുന്ന പരാതി അല്ലെങ്കിൽ അപേക്ഷ 40 ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കുമെന്നുള്ളൊരിത് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഈ ഇത്രയും പരാതി കൊടുത്തത്. ഇപ്പോൾ 2 ദിവസത്തിനകം നവകേരള സദസ്സ് സമാപിക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷയിലാണോ എന്തെങ്കിലും തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അല്ലെങ്കിൽ PSCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതീക്ഷയുണ്ടോ? ഉറപ്പായിട്ടും സർക്കാരിൽ നമുക്ക് വിശ്വാസമുണ്ട്. നമുക്കിനി ഒരു 3 മാസമേ ഉള്ളൂ. എന്തായാലും നമുക്ക് സർക്കാർ നമ്മുടെ ആവശ്യം നിറവേറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം പ്രതീക്ഷയിലാണ്. കേരള പോലീസിലെ ആക്ഷേപം ചെറിയ കാര്യമൊന്നുമല്ല. അത് പൊതുസമൂഹത്തിന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. സേനയ്ക്ക് കൃത്യമായിട്ടുള്ള സ്ട്രെങ്ത് വേണമെന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഈ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യപ്പെടുന്നവരെ ഇവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള നിയമനം സംസ്ഥാന സർക്കാർ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ചെയ്ത് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നവകേരള സദസ്സിൻ്റെ എല്ലാ വേദികളിലും എത്തി ഇവർ നിവേദനം നൽകുന്നത്. ആറ്റിങ്ങലിൽ നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.